നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 20-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ നിരത്തി സ്വമേധയാ എടുത്ത കേസിൽ സുപ്രധാന വിധിയുമായിട്ട് സുപ്രീം കോടതി. നിലവിലുള്ള ഇടക്കാല ഉത്തരവ് പരിഷ്കരിക്കണമെന്ന അപേക്ഷകൾ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി അതീവ പ്രാധാന്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന ആക്രമണകാരികളും അതോടൊപ്പം തന്നെ അപകടകാരികളുമായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നാണ് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ FIR-ഓ മറ്റ് ക്രിമിനൽ നടപടികളോ എടുക്കരുതെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന കോടതി തെരുവ് നായ്ക്കളെ പിടികൂടിയ ഇടങ്ങളിൽ തന്നെ തിരികെ തുറന്നുവിടരുതെന്നും ഓർമ്മിപ്പിച്ചു. നായ്ക്കളുടെ വംശവർദ്ധനവ് തടയുന്നതിനുള്ള ABC ചട്ടങ്ങൾ രാജ്യത്ത് കർശനമായി നടപ്പിലാക്കണമെന്നും ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും വിധിയിലുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന ABC സെൻ്ററുകളൊക്കെ തന്നെ സ്ഥാപിക്കണം. പൊതുജനാരോഗ്യ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ സർക്കാർ ആശുപത്രികളിലും ആൻറ്റി റാബീസ് വാക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവയുടെയൊക്കെ തന്നെ മതിയായിട്ടുള്ള ലഭ്യത ഉറപ്പാക്കണമെന്നും നായയുടെ കടിയേറ്റ് എത്തുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ആശുപത്രികളിൽ പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ ദേശീയപാതകളിലും അതോടൊപ്പം തന്നെ എക്സ്പ്രസ് വേകളിലുമൊക്കെ തന്നെ മൃഗങ്ങളുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് NHAI അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി തങ്ങളുടെ സുപ്രധാന വിധി ജില്ലകളിൽ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ബുധനാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും നാളെ വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിനും അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസങ്ങളിലും കേരളത്തിലും അതോടൊപ്പം തന്നെ മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഈ വർഷത്തെ കാലവർഷം കേരളത്തിൽ മെയ് 26 എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജനയുടെ ഇൻഷുറൻസ് പ്രീമിയം അതിൻ്റെ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആകുന്നത് അത് മെയ് 25-നും ജൂൺ 1-നും ഇടയിലാണെന്ന കാര്യം എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ബാങ്ക് അക്കൗണ്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും അറിയാതെയോ അല്ലാതെയോ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഒരുപക്ഷെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പ്രീമിയം തുകയായിട്ടുള്ള 436 രൂപ ഈടാക്കുന്നതാണ്. എന്നാൽ ഇതുവരെ ഈ പദ്ധതിയിൽ ചേരാത്തവർക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ഇതിൽ ഇപ്പോൾ പുതുതായിട്ട് ചേരാനായിട്ട് സാധിക്കുന്നതാണ്. വർഷത്തിൽ വെറും 436 രൂപ മാത്രം ചിലവഴിക്കുന്ന ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നിർഭാഗ്യവശാൽ പോളിസി ഉടമയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ നോമിനിക്ക് 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക ധനസഹായം അത് പൂർണ്ണമായിട്ടും ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ അപകട മരണങ്ങൾക്കും അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യങ്ങൾക്കും 2 ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന മറ്റൊരു പദ്ധതി കൂടി നിലവിലുണ്ട്. അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ ആളുകളും ഈ മെയ് മാസത്തിലെ അവസാന വാരത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇൻഷുറൻസ് തുകയായിട്ടുള്ള പണം ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും ഈ ഒരു വലിയ സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങളുടെ കുടുംബത്തിനും ഉറപ്പാക്കാനായിട്ട് നിർബന്ധമായിട്ടും ഇതിലേക്ക് എല്ലാവരും അംഗമാവുകയും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഈ പുതിയ സർക്കാർ UDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉറപ്പ് കൂടി ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായിട്ട് നൽകുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരളത്തിലെ യുവാക്കൾ ഏറെ പ്രതീക്ഷയോടെയും ഉറ്റുനോക്കുന്ന ഈ വലിയ ക്ഷേമ പദ്ധതിയിലൂടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സാമ്പത്തിക ധനസഹായമാണ് ഇതുവഴി ലഭ്യമാകുന്നത്. ഇതിൽ യാതൊരുവിധ പലിശയും ഈടാക്കുന്നതല്ല എന്ന് മാത്രമല്ല, സർക്കാർ അനുവദിക്കുന്ന ഈ വായ്പാ തുക നിശ്ചിത തവണകളായിട്ട് മാത്രം തിരിച്ചടച്ചാൽ മതിയാകും. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ പദ്ധതിക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുമെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അർഹരായവരിലേക്ക് എത്രയും വേഗം തന്നെ ഈ സഹായം എത്തിക്കുന്നതിനായിട്ട് അടുത്ത 6 മാസത്തിനകം തന്നെ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ UDF സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുണ്ടാകും.
അങ്ങനെയുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വലിയൊരു ചുവടുവയ്പ്പിന് ഒരുങ്ങുന്നത്. വയോജനങ്ങളുടെ സമഗ്രമായിട്ടുള്ള ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ടൊരു പ്രത്യേക വയോജന ക്ഷേമ വകുപ്പ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കുകയാണ്. മുൻ സർക്കാർ വയോജന ക്ഷേമ നയം പ്രഖ്യാപിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതോടൊപ്പം തന്നെ സേവനങ്ങളും മുൻഗണനാ അടിസ്ഥാനത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള നിയമപരമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ ഒരു പടി കൂടി കടന്നുകൊണ്ടിപ്പോൾ ഇവർക്കായിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കുന്നതിലൂടെ വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അത് കൂടുതൽ കൃത്യതയോടെ ലഭ്യമാക്കാനായിട്ട് സാധിക്കും. മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ പെൻഷൻ, അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സയ്ക്കുള്ള മുൻഗണന, അതുപോലെ തന്നെ പ്രത്യേക പരിചരണം എന്നിവയ്ക്ക് പുറമെയായിട്ട് അവർക്കായിട്ട് വിശ്രമ കേന്ദ്രങ്ങൾ, വയോജന സേവന കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ ജെറിയാട്രിക് കെയർ പോലെയുള്ള ആധുനിക സ്ഥാപനങ്ങൾ എന്നിവ ആരംഭിക്കുക എന്നതും ഈ പുതിയ വകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് റേഷൻ കാർഡിൻ്റെ വ്യത്യാസമില്ലാതെ മുൻഗണനാ അടിസ്ഥാനത്തിലായിരിക്കും വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക തിരിച്ചറിയൽ കാർഡുകൾ നൽകാനും സാധ്യതയുണ്ട്. മറ്റു വരുമാനങ്ങളോ ആനുകൂല്യങ്ങളോ ഇല്ലാത്തവർക്ക് പ്രതിമാസ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള നിരവധി സുരക്ഷാ പദ്ധതികളും ഇതിലൂടെ നടപ്പിലാക്കുന്നതാണ്. വളരെ വൈകാതെ തന്നെ ഈ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ആരംഭിക്കും. ഇതിനായിട്ട് 1070 കോടി രൂപ അനുവദിച്ചതായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഈ മാസത്തിലെ പെൻഷൻ തുക ലഭ്യമാവുക. പുതിയ സർക്കാർ UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണമാണിത്. തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നവർക്കും അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലൊക്കെ തന്നെ പെൻഷൻ തുക ലഭിക്കുന്നവർക്കും മെയ് 25-ാം തീയതി മുതൽ തുക ലഭ്യമായി തുടങ്ങും. 2011-16 കാലഘട്ടത്തിലെ UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 1-2 പിണറായി സർക്കാർ ഘട്ടം ഘട്ടമായിട്ട് ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി. ഇതാകട്ടെ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പെൻഷൻ തുകയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. എന്നാൽ പെൻഷൻ തുക ലഭിക്കുന്നതിനൊപ്പം തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതാകട്ടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം. ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളാണ് ഇതുവരെ ഒരു തവണ പോലും ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത്. മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പഴയ ഗുണഭോക്താക്കളിൽ സർക്കാർ ആവശ്യപ്പെട്ട സമയത്ത് ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വിട്ടുപോയവർ ഇപ്പോഴുമുണ്ട്. അവർക്ക് ഇപ്പോൾ പെൻഷൻ തുക ലഭിക്കുന്നുണ്ടെങ്കിലും എത്രയും വേഗം തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മുൻപത്തെ സർക്കാർ നൽകിയിരിക്കുന്ന ഇളവുകൾ അനുസരിച്ച് 2026 ജൂൺ 30 വരെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതായിരിക്കും. പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം അത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് കണ്ടെത്തിയാൽ അങ്ങനെയുള്ളവർക്കും ഇനി പെൻഷൻ തുക ലഭ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ജൂൺ മാസം 30-നകം തന്നെ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിയേണ്ട പ്രധാന കാര്യമാണ്. BPL, AY അതോടൊപ്പം തന്നെ APL വിഭാഗങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമായിട്ട് മെയ് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ റേഷൻ കൈപ്പറ്റാത്തവർ ഈ ആനുകൂല്യങ്ങൾ എത്രയും വേഗം തന്നെ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ 15-ാം തീയതി വരെ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ അത് ഒരുമിച്ച് വാങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ 15-ാം തീയതിക്ക് ശേഷം ഇപ്പോൾ നമുക്ക് മെയ് മാസത്തെ വിഹിതം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കുന്നത് മുൻഗണനാ കാർഡുകളെയൊക്കെ തന്നെ പ്രയോറിറ്റി എന്ന പദവി നഷ്ടപ്പെടുന്നതിന് കാരണമായി മാറും. മുൻഗണനാ കാർഡുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റാതിരിക്കുന്നത് അത്തരം കാർഡുകളുടെയൊക്കെ തന്നെ മുൻഗണന ചോദ്യം ചെയ്യപ്പെടാനായിട്ട് കാരണമായി മാറും. തുടർച്ചയായിട്ട് 3 മാസത്തിലധികമായിട്ട് റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് പിടിച്ചെടുക്കാൻ നിയമപരമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് എന്നുള്ള കാര്യവും എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം തന്നെ അത് കൃത്യമായിട്ട് കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ചൊവ്വാഴ്ച മെയ് 19-ാം തീയതി സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. അതേസമയം 22 കാരറ്റ് സ്വർണ്ണത്തിന് വ്യത്യസ്ത നിരക്കുകളിലാണ് വ്യാപാരം പുരോഗമിച്ചത്. പവന് 600 രൂപ കൂടി 1,15,160 രൂപ എന്ന നിലയിലും ഗ്രാമിന് 75 രൂപ കൂടി 14,395 രൂപ എന്ന നിലയിലുമാണ് ഇന്നലെയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ
എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.